അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയിരിക്കുന്നതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നൊരു ഹദീസ് ഇങ്ങനെയാണ്: രണ്ട് വിഭാഗക്കാരുടെ മേലല്ലാതെ അസൂയ വെക്കാൻ പാടില്ല. ഒന്ന്, അള്ളാഹു തആല ഖുർആൻ ഷരീഫ് ഓതുന്നതിനുള്ള ഭാഗ്യം നൽകുകയും രാപ്പകൽ അതിൽ വ്യാപൃതനായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. രണ്ട്, അള്ളാഹു തആല അധികമായി ധനം നൽകുകയും രാപ്പകൽ അത് നല്ല മാർഗത്തിൽ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾ. അസൂയ വളരെ മോശമായതും അനുവദനീയമല്ലാത്തതുമായ കാര്യമാണ് എന്ന കാര്യം അനേകം ആയത്തുകളും ഹദീസുകളും വഴിയായി പൊതുവെ അറിയപ്പെട്ടതാണല്ലോ. എന്നാൽ രണ്ട് വിഭാഗക്കാരുടെ മേൽ അസൂയ വെക്കൽ അനുവദനീയമാണെന്ന് ഈ ഹദീസ് മുഖേന അറിയപ്പെടുന്നുണ്ട്. കൂടാതെ ഈ ഹദീസിൻ്റെ റിവായത്തുകൾ വളരെ പ്രസിദ്ധവുമാണ്. ആയതിനാൽ ഈ ഹദീസിന് ഉലമാക്കൾ രണ്ട് വിധത്തിലുള്ള ആശയം നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത്, ഈ ഹദീസിൽ ഹസദ് അഥവാ അസൂയ എന്ന വാക്ക് ആഗ്രഹം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് അറബി ഭാഷയിൽ ഗിബിത്ത എന്ന് പറയപ്പെടുന്നു. ഹസദ്, ഗിബിത്ത എന്നീ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം, ഹസദ് എന്നാൽ മറ്റാരിലെങ്കിലും എന്തെങ്കിലും സൗഭാഗ്യം ഉണ്ടായിരിക്കുന്നത് കണ്ടിട്ട് അവനിൽ നിന്ന് അതില്ലാതാകണം എന്ന ആശിക്കലാണ്. തനിക്കത് കിട്ടിയാലും ശരി, ഇല്ലെങ്കിലും ശരി. എന്നാൽ ഗിബിത്ത എന്നാൽ മറ്റുള്ളവരിൽ നിന്നും അത് നീങ്ങിപ്പോവുകയോ പോകാതിരിക്കുകയോ ചെയ്തു കൊള്ളട്ടെ, തന്നിൽ അതുപോലെ ഉണ്ടാകണം എന്ന ആശിക്കലാണ്. അതുകൊണ്ട് ഹസദ് എന്ന വാക്കിന് ഗിബിത്ത എന്നാണ് ഇവിടെ ഉലമാക്കൾ അർത്ഥം നൽകിയിട്ടുള്ളത്. ഗിബിത്ത മറ്റൊരാൾക്ക് കിട്ടിയ സൗഭാഗ്യം അതുപോലെ തന്നിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കൽ. ദുന്യവിയായ കാര്യങ്ങളിൽ അനുവദനീയവും ദീനിയായ കാര്യങ്ങളിൽ സുന്നത്തും ആണ്. രണ്ടാമത്തേത്, ചിലപ്പോൾ സാങ്കല്പികമായി ചില വാചകങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇത് അതിൽ ഉൾപ്പെട്ടതായിരിക്കും. അതായത് ഹസദ് അനുവദനീയമായിരുന്നുവെങ്കിൽ മേൽപ്പറയപ്പെട്ട രണ്ട് കാര്യങ്ങളിലും അത് അനുവദനീയമാകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നതായി അബൂ മൂസാ റളിയല്ലാഹു അൻഹു അവർകൾ നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ്: ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന മുഅ്മിനിൻ്റെ ഉപമ തുറിഞ്ചിപ്പഴം പോലെയാണ്. ചെറുനാരങ്ങയുടെ ആകൃതിയിലുള്ള ഒരിനം നാരങ്ങയാണ് തുറിഞ്ചിപ്പഴം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മണം വളരെ നല്ലതാണ്, അതിൻ്റെ രുചിയും വളരെ രസകരമാണ്. ഖുർആൻ ഓതാതിരിക്കുന്ന മുഅ്മിനിൻ്റെ ഉപമ ഈത്തപ്പഴം പോലെയാണ്. അതിന് യാതൊരു സുഗന്ധവുമില്ല എങ്കിലും അതിൻ്റെ രുചി മധുരമാണ്. ഖുർആൻ ഓതാതിരിക്കുന്ന മുനാഫിക്കിൻ്റെ ഉദാഹരണം ആട്ടങ്ങ പോലെയാണ്. അതായത് മത്തങ്ങയുടെ ആകൃതിയുള്ള കയ്പുള്ള ഒരു ചെറിയ തരം കായാണ് ഈ ആട്ടങ്ങ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് യാതൊരു സുഗന്ധവുമില്ല, അതിൻ്റെ രുചി കയ്പുമാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന മുനാഫിക്കിൻ്റെ ഉപമ റൈഹാൻ പോലെയാണ്. അതിൻ്റെ സുഗന്ധം നല്ലതാണെങ്കിലും രുചി കയ്പാണ്. ഈ ഹദീസ് ഇമാം ബുഖാരി, മുസ്ലിം, നസായി, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ അദൃശ്യമായതിനെ ദൃശ്യമായതിനോട് ഉപമിച്ചിരിക്കുകയാണ്. അത് മുഖേന പരിശുദ്ധ ഖുർആൻ ഓതുകയും അത് ഓതാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ വ്യത്യാസം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ രസവും പരിമളവുമായി തുലനം ചെയ്യുമ്പോൾ
തുറിഞ്ചിപ്പഴത്തിനും ഈത്തപ്പഴത്തിനും അതുമായി എന്ത് ബന്ധമാണുള്ളത്? എങ്കിലും ഈ വസ്തുക്കളോട് ഉപമിച്ചിരിക്കുന്നതിൽ നബവിയായ ഇൽമുകളുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ ചില തത്വങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവുകളുടെ വിശാലതയിലേക്ക് സൂചനയുണ്ട്. ഉദാഹരണമായി തുറിഞ്ചിപ്പഴത്തെ എടുക്കാം. അത് വായിൽ സുഗന്ധമുണ്ടാക്കുകയും ആമാശയത്തെ ശുദ്ധീകരിക്കുകയും ദഹനശക്തി നൽകുകയും മറ്റും ചെയ്യുന്നു. ഈ ഗുണങ്ങളെല്ലാം പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനോട് പ്രത്യേക സാദൃശ്യമുള്ളതാണ്. ഉദാഹരണമായി വായയ്ക്ക് സുഗന്ധമുണ്ടാവുക, ഉള്ളു ശുദ്ധീകരിക്കുക, ആത്മീയ ശക്തി ഉണ്ടാക്കുക എന്നീ ഗുണങ്ങളെല്ലാം ഖുർആൻ ഓതുന്നതിലൂടെ ഉണ്ടാകുന്നതാണ്. മേൽപ്പറഞ്ഞ പ്രയോജനങ്ങളുമായി ഇതിന് വളരെ സാമീപ്യമുണ്ട്. തുറിഞ്ചിപ്പഴം ഇരിക്കുന്ന വീട്ടിൽ ജിന്നുകൾ കടക്കുന്നതല്ല എന്നൊരു പ്രത്യേക ഗുണം അതിനുള്ളതായി പറയപ്പെടുന്നുണ്ട്. ഇത് ശരിയാണെങ്കിൽ പരിശുദ്ധ ഖുർആനുമായി അതിന് പ്രത്യേക സാദൃശ്യമുണ്ട്. തുറിഞ്ചിപ്പഴം കൊണ്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് ചില വൈദ്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 3 വസ്തുക്കൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതാണെന്ന് അലി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞതായി ഇഹിയ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. 1 മിസ്വാക്ക് ചെയ്യൽ, 2 നോമ്പെടുക്കൽ, 3 ഖുർആൻ ഓതൽ. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തിൽ ഈ ഹദീസിൻ്റെ അവസാനം വളരെ പ്രയോജനപ്രദമായ ഒരാശയവും കൂടിയുണ്ട്. നല്ല കൂട്ടുകാരൻ്റെ ഉപമ കസ്തൂരി വിൽപ്പനക്കാരെ പോലെയാണ്. നിനക്ക് അവനിൽ നിന്ന് കസ്തൂരി കിട്ടിയില്ലെങ്കിലും തന്നെയും അതിൻ്റെ സുഗന്ധം കിട്ടാതിരിക്കില്ല. ദുഷിച്ച കൂട്ടുകാരൻ്റെ ഉപമ ഉലയിൽ തീ ഊതുന്നവനെ പോലെയാണ്. തീപ്പൊരി നിന്റെ ദേഹത്ത് വീണില്ലെങ്കിൽ തന്നെയും അതിൻ്റെ പുക ഏൽക്കാതിരിക്കുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. മനുഷ്യൻ തൻ്റെ കൂട്ടുകാരനെ പറ്റി നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് ഏത് തരത്തിൽപ്പെട്ട ആളുകളാണ് തന്നോട് ഏത് സമയത്തും സഹകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവൻ നോക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നതായി ഉമർ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു തആല ഈ ഗ്രന്ഥം, അതായത് പരിശുദ്ധ ഖുർആൻ മുഖേന അനേകം ആളുകളെ ഉന്നത നിലയിലാക്കുകയും അനേകം ആളുകളെ താഴ്ന്ന നിലയിലാക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് അതിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും ഉന്നതിയും അന്തസ്സും നൽകുന്നതും അതിൽ വിശ്വസിക്കാതെയും അതനുസരിച്ച് അമൽ ചെയ്യാതെയും ഇരിക്കുന്നവരെ അല്ലാഹു തആല നിന്ദ്യരാക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെയും ഈ ആശയം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, യുദില്ലു ബിഹി കസീറ യഹ്ദി ബിഹി കസീറ. അള്ളാഹു തആല ഈ ഖുർആൻ മുഖേന അനേകം ആളുകളെ വഴികെടുത്തുകയും അനേകം ആളുകളെ ഇത് മുഖേന നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. യുനസിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറ. ഖുർആനിൽ നിന്ന് മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹവും അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകുന്നതുമായ കാര്യങ്ങളെ നാം ഇറക്കിയിരിക്കുന്നു. അക്രമികൾക്ക് നഷ്ടത്തെയല്ലാതെ അത് അധികരിപ്പിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി മറ്റൊരു ഹദീസ്, ഈ ഉമ്മത്തികളിൽ മുനാഫിക്കുകളായ അനേകം കാരികൾ, അതായത് ഖുർആൻ ഓതുന്നവർ ഉണ്ടാകും. ചില മശായിഖുകളിൽ നിന്നും ഇഹിയായിൽ താഴെ കാണും പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ദാസൻ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതാൻ ആരംഭിക്കുന്നത് മുതൽ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ മലക്കുകൾ അവന് വേണ്ടി റഹ്മത്തിനായി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മറ്റൊരാൾ ഒരു സൂറത്ത് ഓതാൻ ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ മലക്കുകൾ അവൻ്റെ മേൽ ശപിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ചില ഉലമാക്കളിൽ നിന്നും ഇപ്രകാരം നിവേദനം ചെയ്യപ്പെടുന്നു, ഒരു മനുഷ്യൻ ഖുർആൻ ഓതുകയും അവനെ തന്നെ ശപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ അവനത് അറിയുന്നില്ല. ഖുർആനിൽ അവൻ ഓതുന്നു, ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, നിശ്ചയം അള്ളാഹുവിൻ്റെ ശാപം അക്രമികളുടെ മേലുണ്ടാകട്ടെ. അവൻ സ്വയം അക്രമിയാകുന്നത് കാരണമായി ഈ താക്കീതിൽ അവനും ഉൾപ്പെടുന്നതാണ്. ഇതേ രീതിയിൽ ഓതുന്നു, ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, അള്ളാഹുവിൻ്റെ ശാപം നുണയന്മാരുടെ മേലുണ്ടാകുന്നു. എന്നാൽ അവൻ നുണയനായത് കാരണമായി സ്വയം ഈ ശാപത്തിന് അർഹനായി തീരുന്നു. ആമിർ ബിൻ വാസില റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു അവർ നാഫി ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ ഗവർണറായി നിയമിച്ചതിനു ശേഷം ഒരു പ്രാവശ്യം മലമ്പ്രദേശങ്ങളിലെ കാര്യങ്ങൾ നോക്കുന്നതിന് ആരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്സെ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇബ്നു അബ്സ ആരാണ്? അദ്ദേഹം പറഞ്ഞു, അയാൾ ഞങ്ങളുടെ അടിമയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അടിമയെ അമീറാക്കിയത് എന്തുകൊണ്ടാണ്? അതിന് മറുപടിയായി അദ്ദേഹം ഖുർആൻ പഠിച്ച ആളാണ് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അവർ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു, അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മുഖേന അനേകം ആളുകളെ ഉന്നത നിലയിലാക്കുകയും അനേകം ആളുകളെ താഴ്ന്ന നിലയിലാക്കുകയും ചെയ്തിട്ടുണ്ട്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി മറ്റൊരു ഹദീസ് ഇങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, 3 വസ്തുക്കൾ ഖിയാമത്ത് നാളിൽ അർശിൻ്റെ താഴ്ഭാഗത്തായിരിക്കുന്നതാണ്. ഒന്ന് ഖുർആൻ ഷരീഫ്, അത് ദാസന്മാരെ പറ്റി വാദിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിന് പുറവും അകവുമുണ്ട്. രണ്ടാമത്തെ വസ്തു അമാനത്താണ്. മൂന്നാമത്തേത് കുടുംബ ബന്ധമാണ്. അതിപ്രകാരം വിളിച്ചു പറയും, ഏതൊരുവൻ എന്നെ ചേർത്ത് വെച്ചോ അള്ളാഹു അവൻ്റെ റഹ്മത്തിൽ അവനെയും ചേർത്ത് വെക്കട്ടെ. ഏതൊരുവൻ എന്നെ വേർപ്പെടുത്തി കളഞ്ഞോ അള്ളാഹു അവൻ്റെ റഹ്മത്തിൽ നിന്നും അവനെയും വേർപ്പെടുത്തി കളയട്ടെ. ഈ വസ്തുക്കളെല്ലാം അർശിൻ്റെ താഴ്ഭാഗത്താണെന്ന് പറഞ്ഞതിനാൽ ഇവകളുടെ പരിപൂർണമായ അടുപ്പത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ ഇവകൾ വളരെ അടുത്തതായിരിക്കുന്നതാണ്. ഖുർആൻ ഷരീഫ് വാദിക്കുന്നതാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇപ്രകാരമാണ്. അതായത് ഖുർആൻ ഷരീഫിനെ സൂക്ഷിച്ച് അതിൻ്റെ കടമ നിർവഹിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്തവർക്ക് വേണ്ടി അത് അള്ളാഹു തആലയുടെ സന്നിധിയിൽ വാദിക്കുകയും അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും അവരുടെ പദവി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതാണ്. തുർമുദി റളിയല്ലാഹു അൻഹു അവരുടെ റിവായത്തായി മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഖുർആൻ ഷരീഫ് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഇവന് പുടവകൾ അണിയിച്ചാലും എന്ന് അപേക്ഷിക്കുമ്പോൾ അള്ളാഹു തആല ബഹുമാനത്തിൻ്റെ കിരീടം അവന് അണിയിക്കുന്നതാണ്. വീണ്ടും അതിനെ കൂടുതലാക്കണമെന്ന് അപേക്ഷിക്കുമ്പോൾ അള്ളാഹു തആല പൂർണ്ണമായ ബഹുമാനത്തിൻ്റെ പുടവകൾ അവന് നൽകുന്നതാണ്. വീണ്ടും അത് അള്ളാഹുവെ നീ ഇവനിൽ തൃപ്തനാകണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ അള്ളാഹു തആല ഇവനിൽ തൃപ്തിയെ വെളിപ്പെടുത്തുന്നതാണ്. ഈ ദുനിയാവിൽ തന്നെ തൻ്റെ പ്രിയൻ്റെ തൃപ്തിയേക്കാൾ വലുതായ ഒരു അനുഗ്രഹമില്ലെന്ന് വരുമ്പോൾ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയോട് സമമായി എന്ത് അനുഗ്രഹമുണ്ടാകാനാണ് സാധിക്കുന്നത്? എന്നാൽ ഖുർആൻ ഷരീഫിൻ്റെ കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ജനങ്ങളോട് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വെച്ച് അത് നീ എന്നെ സൂക്ഷിച്ചോ, നീ എന്നോടുള്ള കടമ നിർവഹിച്ചോ എന്ന് വാദിക്കുന്നതാണ്. വർഷത്തിൽ 2 പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കുക എന്നത് ഖുർആനിനോടുള്ള കടമയാണ് എന്ന് ഇഹിയായുടെ വിവരണത്തിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൽ നിന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. വല്ലപ്പോഴുമെങ്കിലും ഖുർആൻ ഓതാതെ കഴിയുന്നവർ ഈ ശക്തനായ എതിർവാദിയുടെ മുൻപിൽ എന്ത് സമാധാനം പറയുമെന്ന് ഈ സന്ദർഭത്തിൽ അല്പമൊന്ന് ചിന്തിക്കേണ്ടതാണ്. മരണം തീർച്ചയായും വരിക തന്നെ ചെയ്യും. അതിൽ നിന്നും ഒരു നിലയിലും ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതല്ല. ഖുർആൻ ഷരീഫിന് അകവും പുറവുമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ബാഹ്യമായ ഉദ്ദേശം ഇപ്രകാരമാണ്. അതായത് അതിന് ബാഹ്യമായ ഒരു അർത്ഥമുണ്ട്, അതെല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. എന്നാൽ അതിന് ആന്തരികമായ ഒരു അർത്ഥമുണ്ട്, അതെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അതിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം സൂചന നൽകിയിരിക്കുന്നു, ഒരുവൻ പരിശുദ്ധ ഖുർആനിൽ തൻ്റെ അഭിപ്രായം അനുസരിച്ച് വല്ലതും പറയുകയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ തന്നെയും അവൻ തെറ്റ് സംഭവിച്ചവനാണ്. ചില ശൈഖന്മാർ താഴെ കാണും പ്രകാരം പറഞ്ഞിരിക്കുന്നു, ഖുർആനിന് പുറമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതിൻ്റെ വചനങ്ങളാണ്. അത് ഓതുന്ന വിഷയത്തിൽ എല്ലാവരും തുല്യരാണ്. അകവുമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളുമാണ്. ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് അത് മനസ്സിലാക്കുന്നതിലും വ്യത്യാസമുണ്ടായിരിക്കുന്നതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും ഇൽമ് കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ്റെ അർത്ഥങ്ങളിൽ അവൻ പരിചിന്തനം നടത്തിക്കൊള്ളട്ടെ. കാരണം അതിൽ മുൻഗാമികളുടെയും പിൻഗാമികളുടെയും അറിവുകളുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് ചില നിബന്ധനകളും മര്യാദകളുമുണ്ട്. അത് സൂക്ഷിക്കൽ അത്യാവശ്യമാണ്. അതല്ലാതെ നമ്മുടെ ഇക്കാലത്ത് കാണപ്പെടുന്നത് പോലെ ചില അറബി വാക്കുകളുടെ അർത്ഥങ്ങൾ പഠിച്ചുകൊണ്ട് അതിലും അപ്പുറമായി ഒരു വാക്കിൻ്റെ പോലും അർത്ഥം മനസ്സിലാകാതെ വെറും ചില പരിഭാഷകളും നോക്കിക്കൊണ്ട് ഖുർആനിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ കടത്തിക്കൂട്ടുന്നത് ഒരിക്കലും ശരിയല്ല. അള്ളാഹു ഖുർആൻ നല്ല നിലയിൽ സാക്ഷി നിൽക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.